നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. വിഴിഞ്ഞം തുറമുഖത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന നങ്കൂരമിട്ടതോടെ ഇത് ചരിത്രം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ടത് ഇന്നാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പുതിയ ആഴക്കടൽ തുറമുഖമായ വിഴിഞ്ഞത്തിന് ഒരു നാഴികക്കല്ലായിരിക്കുകയാണ്. ഇത്രയും വലിപ്പമുള്ള ഒരു കണ്ടെയ്നർ കപ്പൽ ഒരു ഇന്ത്യൻ തുറമുഖത്ത് എത്തുന്നത് ഇത് ആദ്യമായാണ്. ഇത് വിഴിഞ്ഞത്തെ ആഗോള ഷിപ്പിംഗ് ഭൂപടത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അതേസമയം ആഗോള ചരക്കു നീക്കത്തിന്റെ സുപ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC ഐറീനയുടെ വരവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്ത് 1 മാസം തികയുന്നതിനിടയിലാണ് ഏറ്റവും വാഹകശേഷിയുള്ള ഈ ചരക്ക് കപ്പൽ തുറമുഖത്തെത്തുന്നത്. ഈ പടുകൂറ്റൻ കപ്പലിന്റെ ക്യാപ്റ്റൻ മലയാളിയായ തൃശൂർ സ്വദേശി വില്ലി ആന്റണിയാണെന്നും നമുക്ക് ഏറെ സന്തോഷിക്കാവുന്ന കാര്യമാണ്. കപ്പൽ ജീവനക്കാരിൽ കണ്ണൂർ സ്വദേശിയായ അഭിനന്ദുമുണ്ട്. അദാനി സ്പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡ് നടത്തുന്ന ഈ തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലാണ്. യൂറോപ്പ്, പേർഷ്യൻ ഗൾഫ്, തെക്കുകിഴക്കൻ ഏഷ്യ, ഫാർ ഈസ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും തിരക്കേറിയ കിഴക്കു പടിഞ്ഞാറൻ ഷിപ്പിംഗ് പാതകൾ ഒന്നിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ തീരപ്രദേശത്തിന്റെ മധ്യഭാഗത്തും പ്രധാന വ്യാപാര പാതകൾക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്നതിനാൽ പഴയ ഇന്ത്യൻ തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തിന് ഒരു മുൻതൂക്കം ലഭിക്കുന്നു. ഏകദേശം 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുള്ള MSC ഐറീന ഒരു ഫുട്ബോൾ പിച്ചിന്റെ ഏകദേശം 4 ഇരട്ടി നീളമുള്ളതാണ്. 26 ടയർ വരെ ഉയരമുള്ള കണ്ടെയ്നറുകൾ അടുക്കി വയ്ക്കാൻ ഇതിന് കഴിയും. കൂടാതെ ഊർജ്ജക്ഷമതയുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിന് കരുത്തു പകരുന്നത്. 24,000 മീറ്റർ ഡെക്ക് ഏരിയയുള്ള കപ്പലിൽ 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാനാകും. 2023 നിർമ്മിച്ച കപ്പലിൽ 35 ജീവനക്കാരുണ്ട്. സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങൾ ഐറീന എത്തുന്നത് ഇത് ആദ്യമാണെന്ന പ്രത്യേകതയും വിഴിഞ്ഞത്തിന് സ്വന്തമാണ്. വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്ന 347ാമത് കപ്പലാണ് MSC ഐറീന. ലൈബീരിയൻ പതാക ഉയർത്തിയ കപ്പൽ 2023 മാർച്ചിൽ നീറ്റിലിറക്കി. 1 മാസത്തിനു ശേഷം അതിന്റെ ആദ്യ യാത്ര ആരംഭിച്ചു. വിഴിഞ്ഞത്ത് ഇത് ഡോക്ക് ചെയ്യുന്നത് അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസുകൾ കൈകാര്യം ചെയ്യാനുള്ള തുറമുഖത്തിന്റെ സന്നദ്ധതയിലും കൊളംബോ, സിംഗപ്പൂർ, ദുബായ് എന്നിവയുമായി മത്സരിക്കാൻ പ്രാപ്തിയുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി ഉയർത്താനുള്ള അതിന്റെ സാധ്യതയിലും വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. സമീപ ആഴ്ചകളിൽ MSC തുർക്കിയെയും MSC മൈക്കൽ കാപ്പനെയും എന്നിവ ഉൾപ്പെടെ മറ്റ് വൻകിട വിമാന കമ്പനികളും വിഴിഞ്ഞം സന്ദർശിച്ചു. എന്നാൽ MSC ഐറീനയുടെ വരവ് ഒരു വ്യത്യസ്ത സംഭവമാണ്. കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത തുറമുഖം ഇപ്പോൾ ആഗോള ഷിപ്പർമാരും വ്യാപാര വിശകലന വിദഗ്ധരും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ കണ്ടെയ്നർ ഗതാഗതം കുത്തനെ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ വരയ്ക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള വിഴിഞ്ഞത്തിന്റെ കഴിവ് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ രാജ്യത്തിന്റെ പങ്ക് പുനർനിർവചിക്കും.